സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന അന്തർദേശീയ സംഘടനയെ രണ്ട് തരത്തിൽ അതിന്റെ ഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന്, അന്തർ ഗവൺമെന്റ് സംഘടനകൾ. എന്താണ്? ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇനി ലീഗ് ഓഫ് നേഷന് ശേഷമാണ് UN ഐക്യരാഷ്ട്രസഭ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നത് പറയുന്നു: രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, ആക്രമണങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടികളും സ്വീകരിക്കുക തുടങ്ങിയവയും അതിന്റെ മുഖ്യമായ ചുമതലകളാണ്. സാൻ ഫ്രാൻസിസ്കോയില് UN സ്ഥാപക സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനമാണ്? യാൾട്ട സമ്മേളനമാണ്. 1945 ഫെബ്രുവരിയിലെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NCERT പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠഭാഗം 6ആണ്. ഈ ഒരു ചാപ്റ്റർ പറയുന്നത് അന്തർദേശീയ സംഘടനകൾ എന്നുള്ള ഒരു അധ്യായമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ PSC സിലബസിൽ ലോക ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ അന്തർദേശീയ സംഘടനകൾ, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിലൂടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു ക്ലാസ്സിനെ, അതായത് ഈ ഒരു ചാപ്റ്ററിനെ ഒരു 4 പാർട്ടുകളായിട്ടായിരിക്കും വിഭജിച്ചിരിക്കുന്നത്. 4 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് സ്കൂൾ ടെക്സ്റ്റിലെ NCERT പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിലേക്ക് വരാം. ആദ്യമേ തന്നെ സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ടൊരു പിക്ചർ കൊടുത്തിട്ട് ഇതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലോഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോയാണ് ഈ കാണുന്നത്. എന്താണ്? ലോക സമാധാനത്തെ സൂചിപ്പിക്കുന്ന ഒലിവിലകളാൽ ചുറ്റപ്പെട്ട, ഓർത്ത് വെക്കുക, ഒലിവിലകളാൽ, ഇതാണ് ഒലിവില. ഈ ഒലിവിലകളാൽ ചുറ്റപ്പെട്ട ലോക ഭൂപടത്തിന്റെ ചിത്രമാണ് ഏതിലുള്ളത്? ഐക്യരാഷ്ട്ര സഭയുടെ ലോഗോയിൽ ഉള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ്? ലോക സമാധാനത്തെ സൂചിപ്പിക്കുന്ന ഒലിവിലകളാൽ ചുറ്റപ്പെട്ട ലോക ഭൂപടമാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലോഗോയിൽ ഉള്ളത്. ഇനി എന്താണ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ? അതാണ് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കേണ്ടത്. അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? അന്തർദേശീയ സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തർദേശീയ സംഘടനകൾ പല രീതിയിൽ പറയാറുണ്ട്. അതായത് ആഗോളതലത്തിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സംഘടനകളും ചില പർട്ടിക്കുലർ ഏരിയകളെ മേഖലാതലത്തിൽ, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനകളുമുണ്ട്. അപ്പം അന്തർദേശീയ സംഘടനകൾ 2 രീതിയിൽ പറയാം. എന്താണ്? ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്ന, ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും നിയന്ത്രിക്കുന്ന സംഘടന. അതിനുദാഹരണം ഐക്യരാഷ്ട്ര സഭയാണ്. എന്നാൽ അത് കൂടാതെ തന്നെ എന്താണ്? മേഖലാതലത്തിൽ പ്രാദേശിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ആസിയാനും സാർക്കും അതുപോലെ തന്നെ എന്താണ് യൂറോപ്യൻ യൂണിയനും ഒക്കെ അതിനുദാഹരണമാണ്. അപ്പം എന്താണ്? അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സഹകരണം പരിപോഷിപ്പിക്കുന്നതിനുമായി അനേകം അന്തർദേശീയ സംഘടനകൾ രൂപം കൊള്ളുകയുണ്ടായി. അന്തർദേശീയ സംഘടനകൾ ആഗോളതലത്തിലും മേഖലാതലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. UN ഐക്യരാഷ്ട്ര സഭ എന്താണ്? ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ സംഘടനയാണ്. ആസിയാൻ മേഖലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആസിയാന്റെ ഒക്കെ ഫുൾ ഫോം നിങ്ങൾ എന്താണ് മറ്റ് ചാപ്റ്ററുകളിൽ, +2 പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റ് ചാപ്റ്ററുകളിലൂടെ ആസിയാന്റെയും സാർക്കിന്റെയും ഒക്കെ ഫുൾ ഫോമുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? അന്തർദേശീയ സംഘടനകൾ ആഗോളതലത്തിലും മേഖലാതലത്തിലും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം. ഇനി അന്തർദേശീയ സംഘടനയെ നമ്മൾ അതിൻ്റെ പ്രവർത്തന മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ആഗോളതലത്തിൽ നിന്നും മേഖലാതലത്തിൽ നിന്നും തരംതിരിച്ചു. ഇനി അതിൻ്റെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അന്തർദേശീയ സംഘടനകളെ അവയുടെ ഘടനയ്ക്ക് അധിഷ്ഠിതമായി 2ആയി തിരിക്കുന്നു. അത് എങ്ങനെയൊക്കെയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന അന്തർദേശീയ സംഘടനയെ 2 തരത്തിൽ അതിൻ്റെ ഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന്, അന്തർ ഗവൺമെന്റ് സംഘടനകൾ. എന്താണ്? ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ.
IGAs എന്നുള്ളത് എന്താണ്? ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ടേമിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു, കാര്യങ്ങൾ സിമ്പിൾ ആണ്. എന്താണ് ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഗവൺമെന്റുകളായിരിക്കും. IGAs ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഐക്യരാഷ്ട്ര സഭയുണ്ട്, യൂറോപ്യൻ യൂണിയൻ വരാം, ആസിയാൻ, സാർക്ക്, ഇവയൊക്കെ തന്നെ ഏതിന് ഉദാഹരണമാണ്? ഈ ഒരു അന്തർ ഗവൺമെന്റ് സംഘടനയ്ക്ക് ഉദാഹരണമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയുള്ള ഗവൺമെന്റുകളായിരിക്കും ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്? ഗവൺമെന്റ് ഇതര സംഘടനകൾ എന്നുള്ളതാണ്. എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs, ചില വ്യക്തികൾ ആരംഭിക്കുന്ന ചില സന്നദ്ധ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നവയാണ് NGOs എന്ന് പറയുന്നത്. ഉദാഹരണം റെഡ് ക്രോസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയ IGAയിലെ അംഗങ്ങൾ ദേശീയ ഗവൺമെന്റ് ആണ്. അതായത് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനിലെ അംഗങ്ങൾ ആരാണ്? ദേശീയ ഗവൺമെന്റുകളാണ്. ആരൊക്കെയുണ്ട്? UN, അതായത് ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ, EU എന്ന യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ തുടങ്ങിയവയൊക്കെ തന്നെ ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? ഗവൺമെന്റൽ ഓർഗനൈസേഷനിൽ, ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനകത്ത് ഉൾപ്പെടുന്നവയാണ്. ഇനി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGOs എന്താണ്? NGOയിലെ അംഗങ്ങൾ വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ ആണെന്ന് പറയുന്നു. വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ അംഗമായിട്ടുള്ളതാണ് NGOs എന്ന് പറയുന്നത്. ഉദാഹരണം റെഡ് ക്രോസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ, ആഫ്രിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ. സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ അറിഞ്ഞു വെക്കുക. NGOയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റെഡ് ക്രോസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഇവയൊക്കെ ഏതിന് ഉദാഹരണമാണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് ഉദാഹരണമാണ്. സ്കൂൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്, മറിച്ച് നരകത്തിൽ നിന്നും രക്ഷിക്കുക, അതായത് യുദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഐക്യരാഷ്ട്ര സഭയെ രൂപീകരിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഐക്യരാഷ്ട്ര സഭയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഗാഡ് ഹാമർഷോൾഡ് ആണ് അഭിപ്രായപ്പെട്ടത്. ഓർത്തു വെക്കുക, ഗാഡ് ഹാമർഷോൾഡ് എന്ന UN-ന്റെ സെക്കൻഡ് ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അഭിപ്രായപ്പെട്ടതാണ് എന്ത്? മനുഷ്യരെ സ്വർഗത്തിലേക്ക് ആനയിക്കാനല്ല, മറിച്ച് എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാഡ് ഹാമർഷോൾഡ് എന്ന UNOയുടെ ഐക്യരാഷ്ട്ര സഭയുടെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ട വാക്യങ്ങളാണിവ. ഐക്യരാഷ്ട്ര സഭയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. എന്താണത്? ടോക്കിംഗ് ഷോപ്പ്, ചർച്ചാവേദി എന്ന് വേണമെങ്കിലും പറയാം. അതായത് പൊതു ചർച്ചാവേദി, ലോകത്തിന്റെ പാർലമെന്റ് എന്നറിയപ്പെടുന്ന, ലോക ചർച്ചാവേദി എന്നറിയപ്പെടുന്ന ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു സമൂഹമാണ്, ഒരു സദസ്സാണ് ഏതെന്ന് പറയുന്നത്? ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ, അതിൻ്റെ ഒരു ഓർഗനാണ് പൊതുസഭ. ആ പൊതുസഭയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോക ചർച്ചാവേദി അല്ലെങ്കിൽ ലോക പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതിനെ ഈ ഒരു ടോക്കിംഗ് ഷോപ്പ് എന്നുള്ള ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയെക്കുറിച്ചോ അല്ലെ ഐക്യരാഷ്ട്ര സഭയെക്കുറിച്ചോ ആണ് പറയുന്നത്. സംസാരിക്കാനായിട്ടുള്ള ഒരു വേദി എന്ന പേരിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ആരാണ്? ശശി തരൂരാണ്. ശശി തരൂരിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ പരസ്പരം മുറിവേൽപ്പിക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് ബോറടിപ്പിക്കുവാൻ ഒരിടം നല്ലതല്ലേ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശശി തരൂരാണ്. UN-ന്റെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശശി തരൂരിന്റെ അഭിപ്രായമാണ് എന്ത്? യുദ്ധക്കളത്തിൽ പരസ്പരം മുറിവേൽപ്പിക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് പോരാടുന്നതല്ലേ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ബോറടിപ്പിക്കുന്നതല്ലേ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശശി തരൂരാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്ത് SCERT NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ ടേം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഐക്യരാഷ്ട്ര സഭയുടെ മുൻഗാമിയെക്കുറിച്ചും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ മുൻഗാമിയെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഐക്യരാഷ്ട്ര സംഘടന ലീഗ് ഓഫ് നേഷന്റെ പിൻഗാമിയായിട്ടാണ് പറയുന്നത്. ഓക്കെ,
ഐക്യരാഷ്ട്രസഭ എന്താണ്? ലീഗ് ഓഫ് നേഷന് ശേഷം വന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഐക്യരാഷ്ട്രസഭ. അതുകൊണ്ട് ലീഗ് ഓഫ് നേഷന്റെ പിൻഗാമിയാണ് ആര്? ഐക്യരാഷ്ട്രസഭ എന്നുള്ളത്. ലോക സമാധാനത്തിന് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ലീഗ് ഓഫ് നേഷൻ എന്നുള്ളത്. ആ ലീഗ് ഓഫ് നേഷന്റെ പിൻഗാമിയായിട്ട് അതേ ഉദ്ദേശശുദ്ധിയോടുകൂടി രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്നുള്ളത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോക സമാധാനത്തിന് ഒരു സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഏതായിരുന്നു ആ അമേരിക്കൻ പ്രസിഡന്റ്? വുഡ്രോ വിൽസൺ ആണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ്? ലോക സമാധാനത്തിന് ഒരു സംഘടന ആവശ്യമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹം ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ആ ഒരു ഭാഗവും ഇവിടെ അറിഞ്ഞു വെക്കുക. 1920 ജാനുവരി 10 ജനീവ ആസ്ഥാനമായാണ് ലീഗ് ഓഫ് നേഷൻ നിലവിൽ വരുന്നത്. 1920 ജാനുവരി 10 ജനീവ ആസ്ഥാനമായിട്ടാണ് ലീഗ് ഓഫ് നേഷൻ നിലവിൽ വരുന്നത്. ഇനി ലീഗ് ഓഫ് നേഷന് ശേഷമാണ് UN ഐക്യരാഷ്ട്രസഭ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട 1-2 സ്റ്റേറ്റ്മെന്റ് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നത് പറയുന്നു. UN-ന്റെ സ്ഥാപക സമ്മേളനം 1945 ഏപ്രിൽ 25 ജൂൺ 26 ഇടയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്നു. അപ്പം UN-ന്റെ സ്ഥാപക സമ്മേളനം എന്നാണ് നടക്കുന്നത്? 1945 ഏപ്രിൽ 25 ജൂൺ 26 ഇടയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്നു. 2 മാസക്കാലം നീണ്ടുനിന്ന ഈ സമ്മേളനം UN-ന്റെ അന്തിമ പ്രമാണത്തെ തയ്യാറാക്കി 51 രാജ്യങ്ങളുമായി എന്ത് ചെയ്തു? ഇതിൽ ഒപ്പുവെച്ചു. അതായത് 51ാമത്തെ രാജ്യമായിട്ട് പോളണ്ട് സമ്മേളന വേദിയിൽ വെച്ച് പോളണ്ട് എന്ത് ചെയ്തു? അംഗത്വം നൽകി. അങ്ങനെ പോളണ്ടും അതിൽ ഒപ്പുവെച്ചതോടുകൂടി 51 രാജ്യങ്ങൾ അതിലുണ്ടായിരുന്നു. 1945 ഒക്ടോബർ 24 UN നിലവിൽ വന്നു. 2021 ആയതോടെ UN-ന്റെ അംഗസംഖ്യ 2021 എത്രയാണ്? 193 അംഗങ്ങൾ ഇന്ന് നിലവിൽ ആരിലുണ്ട്? UN-ലുണ്ട്. അപ്പൊ അത് ഒന്ന് എന്ത് ചെയ്യുക? അവിടെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ UN നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 24 എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾ, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റ ടൈറ്റിലിൽ തന്നെ പഠിച്ചു പോകാം. ഐക്യരാഷ്ട്രസഭയുടെ തത്വം അല്ലെങ്കിൽ അത് രൂപം കൊണ്ടതിന്റെ ലക്ഷ്യമൊക്കെ എന്താണ്? ഒന്ന്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, മെയിൻറ്റെയിനിങ് ദ വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോക സമാധാനത്തെയും ലോക സുരക്ഷിതത്വത്തെയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ഭാവി തലമുറയെ യുദ്ധത്തിന്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക. ലോകത്തിന്റെ സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പുവരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഡിസാർമമെന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് എന്ത്? ഡിസാർമമെന്റ് അഥവാ നിരായുധീകരണം ഉണ്ടാക്കിയെടുക്കുക, നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. എന്താണ് ഡിസാർമമെന്റ് എന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയതാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളിനകത്ത് 2ാമത്തെ ചാപ്റ്ററിനകത്ത് പൊളിറ്റിക്കൽ സയൻസ് 2ാമത്തെ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ കോൾഡ് വാർ ഈറ എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പം എന്താണ്? നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ തത്വമാണ്. ഇനി അന്തർദേശീയ തലത്തിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും മാനുഷികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. അപ്പം എന്താണ്? രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കുന്ന ആഗോളതലത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ചുമതലയാണ്. അതുപോലെ തന്നെ ലോക സമാധാനത്തിന് ആവശ്യമെങ്കിൽ സമാധാന സേനയെ അയച്ചു കൊടുക്കുക. സെൻഡിങ് പീസ് കീപ്പിംഗ് ഫോഴ്സ് whenever necessary, sending peacekeeping force എന്നുള്ളത് ആരുടെ ചുമതലയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ചുമതലയാണ്. ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം അംഗരാജ്യങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടി ലോക സമാധാന സേനയെ, ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയേറ്റർ, മധ്യസ്ഥത വഹിക്കുക എന്നുള്ള ഒരു ചുമതലയും ആർക്കുള്ളതാണ്? ആരുടെ ചുമതലയായിട്ട് വരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ ചുമതലയായിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ,
ഇനി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനം എങ്ങനെയാണ്. നാൾ വഴികൾ വളരെ അധികമായിട്ടുണ്ട്. കാരണം സ്കൂൾ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ കുറച്ചധികം ക്രോണോളജിക്കൽ ഓർഡറിൽ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് സമ്മേളനങ്ങൾ പറയുന്നുമുണ്ട്. അപ്പം അതിൽ ഓരോ സമ്മേളനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യ സമ്മേളനം 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് പ്രമാണം, അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ഈ ഒരു സമ്മേളനം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു യുദ്ധ കപ്പലിൽ വെച്ചാണ് അറ്റ്ലാന്റിക് പ്രമേയം അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പ്രമാണത്തിൽ ഒപ്പുവെക്കപ്പെടുന്നത്. അപ്പം ഒരു യുദ്ധ കപ്പലിൽ വെച്ച്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു യുദ്ധ കപ്പലിൽ വെച്ചാണ് ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കപ്പെടുന്നത്. ഇനി എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു നോക്കാം. US പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 1941 കാലയളവിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. ആ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിരുന്നു? ലോക സമാധാനത്തിനൊരു സംഘടന വേണമെന്ന ആശയവും ആവശ്യവും എന്ത് ചെയ്തിരുന്നു? ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ആദ്യ പത്രമായിട്ടാണ് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു യുദ്ധ കപ്പലിൽ വെച്ച് ഇത്തരത്തിലൊരു ചർച്ച നടക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പം US പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്? അറ്റ്ലാന്റിക് പ്രമാണം എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ട്രീറ്റി എന്നുള്ളത്. ഇനി യുദ്ധം തടയുന്നതിന്, ലോക സമാധാനത്തിന് അല്ലെങ്കിൽ ലോക സംഘടനയുടെ ആവശ്യകതയെ എന്ത് ചെയ്തു? ഇവർ ചൂണ്ടിക്കാണിച്ചു. യുദ്ധം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന, ഒരു ലോക സംഘടന ആവശ്യമാണ് എന്നുള്ള ഒരു ആവശ്യകതയെ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ത് ചെയ്തു? ചൂണ്ടിക്കാണിച്ചു. ഇനി അടുത്തൊരു സമ്മേളനം അറ്റ്ലാന്റിക് ചാർട്ടറിൽ അവർ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു സംഘടന ഉണ്ടാക്കണം എന്നൊക്കെയുള്ള തീരുമാനം കാര്യങ്ങളും ഒക്കെ വന്നു. ദെൻ കുറച്ച് നാളുകൾക്ക് ശേഷം 1942 ജാനുവരിയിൽ വാഷിങ്ടണിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു. 1942 ജാനുവരിയിൽ വാഷിങ്ടണിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു. വാഷിങ്ടൺ സമ്മേളനത്തിൽ അച്ചുതണ്ട് ശക്തികൾക്ക് എതിരെ പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഓക്കെ, അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിലെ 2 സൈനിക വിഭാഗമാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തിയും. അച്ചുതണ്ട് ശക്തിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 പ്രദേശങ്ങൾ അല്ലെ 3 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനിയും ഇറ്റലിക്കും ജപ്പാനുമെതിരായിട്ട് പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഏതിൽ പങ്കെടുത്തു? വാഷിങ്ടൺ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി എന്താ അവർ ചെയ്തത്? അറ്റ്ലാന്റിക് പ്രമാണത്തെ പിന്തുണച്ചു. അറ്റ്ലാന്റിക് പ്രമാണത്തെ പിന്തുണച്ചു. എന്തായിരുന്നു അറ്റ്ലാന്റിക് പ്രമാണത്തിൽ പറഞ്ഞത്? ലോക സമാധാനത്തിന് എന്താവശ്യമാണ്? ഒരു സംഘടന ആവശ്യമാണ് എന്ന ഒരു ആവശ്യകത എടുത്തു പറഞ്ഞ അറ്റ്ലാന്റിക് പ്രമാണമാണ്. അതിനെ ആര് പിന്തുണച്ചു? വാഷിങ്ടൺ സമ്മേളനം പിന്തുണച്ചു. ഓക്കെ, ഇനി ഈ ഒരു വാഷിങ്ടൺ സമ്മേളനത്തിൽ വെച്ചാണ് യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപനം അവരൊപ്പുവെക്കുന്നത്. അപ്പം വാഷിങ്ടൺ സമ്മേളനത്തിൽ വെച്ച് സഖ്യശക്തികൾക്കെതിരെ പോരാടുന്ന 26 രാജ്യങ്ങൾ ഏതിൽ ഒപ്പുവെച്ചു? യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. ഇവിടെ ഈ ഒരു വാഷിങ്ടൺ സമ്മേളനത്തിൽ വെച്ചാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന എന്ന ടേം, എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചത് ആരായിരുന്നു? റൂസ്വെൽറ്റ് ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള ആ ഒരു പേര് നിർദ്ദേശിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച ആരാണ്? റൂസ്വെൽറ്റ് ആണ്. അപ്പം യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള പ്രമേയത്തെ വാഷിങ്ടൺ സമ്മേളനം എന്ത് ചെയ്തു? അംഗീകരിച്ചു. വാഷിങ്ടൺ സമ്മേളനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന്റെ നാൾവഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമ്മേളനം 1943 ഒക്ടോബറിലെ മോസ്കോ സമ്മേളനമാണ്. 1943 ഒക്ടോബറിലെ മോസ്കോ സമ്മേളനം. ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്തു.
എവിടെ നിന്നുള്ളതാണ്? ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാര് പങ്കെടുത്തു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാനുള്ള ഔപചാരിക തീരുമാനം, ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഏതിലൂടെയാണ്? ഏത് സമ്മേളനത്തിലാണ്? മോസ്കോ സമ്മേളനത്തിലൂടെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സമ്മേളനം 1943 ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനമാണ്. ടെഹ്റാൻ സമ്മേളനം അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നിവിടങ്ങളിലെ രാഷ്ട്രതലവന്മാർ, ഭരണാധികാരികൾ, അമേരിക്കയുടെ ഭരണാധികാരിയായ റൂസ്വെൽറ്റും അതുപോലെ തന്നെ ബ്രിട്ടന്റെ ഭരണാധികാരിയായിരുന്ന ചർച്ചിലും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിനും ഏതിൽ പങ്കെടുത്തു? ടെഹ്റാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു. UN രൂപീകരിക്കാനുള്ള തീരുമാനം ഒരു പ്രഖ്യാപനത്തിലൂടെ അവരെന്ത് ചെയ്തു? ഊട്ടിയുറപ്പിച്ചു. ഓക്കെ, ഇനി 1945 ഫെബ്രുവരിയിൽ യാൾട്ട സമ്മേളനം നടന്നു. യാൾട്ട സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനും എന്ത് ചെയ്തു? അതിൽ പങ്കെടുത്തു. സാൻ ഫ്രാൻസിസ്കോയിലെ UN സ്ഥാപക സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചത് യാൾട്ട സമ്മേളനമാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ UN സ്ഥാപക സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനമാണ്? യാൾട്ട സമ്മേളനമാണ്. 1945 ഫെബ്രുവരിയിലെ യാൾട്ട സമ്മേളനം. ഇനി സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ 1945 ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടന്നു. 50 രാഷ്ട്രങ്ങളിൽ നിന്നായിട്ട് 260 പ്രതിനിധികൾ പങ്കെടുത്തു. UN അന്തിമ പ്രമാണം എഴുതി തയ്യാറാക്കി. ജൂൺ 26 1945 ജൂൺ 26 UN പ്രമാണത്തിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഒക്ടോബർ 15 പോളണ്ട് കൂടി എന്ത് ചെയ്തു? ഒപ്പുവെച്ചതോടുകൂടി അംഗസംഖ്യ 51 ഉയർന്നു. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 50 രാജ്യങ്ങളിലായിട്ട് 260 പ്രതിനിധികൾ പങ്കെടുത്തു. UN അന്തിമ പ്രമാണം എഴുതിയുണ്ടാക്കി. ജൂൺ 26 UN പ്രമാണത്തിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഒക്ടോബർ 15 1945 ഒക്ടോബർ 15 പോളണ്ട് ഒപ്പുവെച്ചതോടുകൂടി അംഗസംഖ്യ 51 ഉയർന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പം എന്ത് ചെയ്യുക? ജസ്റ്റ് ആ കൺസെപ്റ്റുകൾ അറിഞ്ഞു പോവുക. ഇനി 1945 ഒക്ടോബർ 24 UN നിലവിൽ വന്നു. ഒക്ടോബർ 24 അതിനാൽ UN ദിനമായി കൊണ്ടാടപ്പെട്ടു. 1945 ഒക്ടോബർ 30 UN ആര് അംഗത്വമെടുത്തു? ഇന്ത്യ അംഗത്വമെടുത്തു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂൾ ടെസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടനയാണ്, അതിൻ്റെ ഓർഗനൈസേഷനാണ്, അതിൻ്റെ ഓർഗൻസ് ആണ്. എന്തൊക്കെ ഘടകങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 6 പ്രധാനപ്പെട്ട ഓർഗനുകളാണ് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളത്. 6 പ്രധാനപ്പെട്ട ഓർഗനുകൾ ആർക്കുണ്ട്? ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട്. അതിൽ ഒന്ന് എന്താണ്? പൊതുസഭ, ജനറൽ അസംബ്ലി എന്നുള്ളതാണ് ഒന്നാമത്തത്. 2 സെക്യൂരിറ്റി കൗൺസിൽ അഥവാ സുരക്ഷാ സമിതി. 3 സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ സോഷ്യോ എക്കണോമിക് കൗൺസിൽ. 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. 5 സെക്രട്ടേറിയറ്റ്. 6 അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാനപ്പെട്ട ഓർഗനുകൾ എന്ന് പറയുന്നത്. പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഓരോന്നിനെയും കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്ത് അറിയേണ്ടതുണ്ട്. പൊതുസഭയിലേക്ക് വരുമ്പോൾ പൊതുസഭയാണ് ജനറൽ അസംബ്ലി. പൊതുസഭ ജനറൽ അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന കാര്യവിചാരക സഭയാണ്. ഓർത്തു വെക്കുക, പ്രധാന കാര്യവിചാര സഭയാണ് ഏതെന്ന് പറയുന്നത്? പൊതുസഭ എന്ന് പറയുന്നത്. അതായത് ചർച്ചാവേദിയാണ്. അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പാർലമെന്റ് ആണ്, ഒരു ചർച്ചാവേദിയാണ് ഏതെന്ന് പറയുന്നത്? ജനറൽ അസംബ്ലി അഥവാ പൊതുസഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗങ്ങളും പൊതുസഭയിലെ അംഗങ്ങളാണ്. അതായത് ഇന്ന് 193 അംഗങ്ങൾ ഏതിലുണ്ട്? ഐക്യരാഷ്ട്രസഭയിലുണ്ട്. ആ 193 അംഗങ്ങളും ഏതിൽ അംഗമാണ്? പൊതുസഭയിൽ അംഗമാണ്. എല്ലാ അംഗരാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും ഓരോ രാജ്യത്തിനും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അതായത്
ഒരു രാജ്യത്തിൽ നിന്നും എത്ര പ്രതിനിധികളെ, എത്ര റെപ്രസെൻറ്റേറ്റീവിനെ UN പൊതുസഭയിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും? 5 റെപ്രസെൻറ്റേറ്റീവ്സിനെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 5 പേർക്കും കൂടി ആയിട്ട് എത്ര വോട്ട് മാത്രമേ ഉള്ളൂ? 1 വോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇന്ത്യയിൽ നിന്ന് 5 പ്രതിനിധികൾ പോയാലും ഈ 5 പേരും കൂടെ ചേർന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം വോട്ടായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. എന്താണ്, എല്ലാ അംഗരാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ അയക്കാമെങ്കിലും ഓരോ രാജ്യത്തിനും 1 വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി ജനറൽ അസംബ്ലിയിൽ, പൊതുസഭയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. അവിടെ എന്താണ്, ഭൂരിപക്ഷം ഏതിനാണോ ആർക്കാണോ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ഡിസിഷൻസുകളെല്ലാം തന്നെ വരുന്നത്. ഓക്കെ, പൊതുസഭ മുഖ്യമായും എന്താണ്, ഒരു ചർച്ചാ വേദിയാണ്. UN പ്രമാണത്തിന്റെ പരിധിയിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള അധികാരമായി പൊതുസഭയ്ക്കുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും പൊതുസഭ സമ്മേളിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് അറിഞ്ഞു വെക്കുക. വർഷത്തിൽ ഒന്നെങ്കിലും എന്ത് ചെയ്യണം, പൊതുസഭ സമ്മേളിച്ചിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓർഗനിലേക്ക് വരുന്നു, സെക്യൂരിറ്റി കൗൺസിൽ, സുരക്ഷാ സമിതി എന്നുള്ളത്. സുരക്ഷാ സമിതി ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സുരക്ഷാ സമിതി. സംഘടനയുടെ മുഖ്യമായ കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. എന്താണ്, അതൊരു കാര്യനിർവഹണ ഘടകമാണ്. 5 അംഗങ്ങളും 5 സ്ഥിര അംഗങ്ങളും 10 അസ്ഥിര അംഗങ്ങളും ഏതിലുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലുണ്ട്. എത്രയാണ്, 5 സ്ഥിര അംഗങ്ങളും പ്ലസ് എന്താണ് 10 അസ്ഥിര അംഗങ്ങളും, ആകെ 15 അംഗങ്ങളാണ് ഏതിലുള്ളത്, സുരക്ഷാ സമിതിയിൽ ഉള്ളത്. ഇനി വൻ രാഷ്ട്രങ്ങളായ അമേരിക്ക, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവരാണ് സ്ഥിര അംഗങ്ങൾ. ആരൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. ഇനി അസ്ഥിരാംഗങ്ങൾ, 10 അസ്ഥിരാംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ 10 അസ്ഥിര അംഗങ്ങൾ 2 വർഷം മാത്രം കാലാവധിയുള്ള താൽക്കാലിക അംഗങ്ങളെ പൊതുസഭയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓർത്തു വെക്കുക, ആരാണ് തിരഞ്ഞെടുക്കുന്നത്? പൊതുസഭയാണ് തിരഞ്ഞെടുക്കുന്നത്. 2 വർഷത്തെ കാലാവധിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, പൊതുസഭ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 അസ്ഥിര അംഗങ്ങൾ കൂടെ ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്, സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. അപ്പൊ 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിര അംഗങ്ങളും ഏതിലുണ്ടാകും? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഉണ്ടാകും. ഓക്കെ, സ്ഥിരാംഗങ്ങൾക്കെല്ലാം എന്തുണ്ടാവും? വീറ്റോ അധികാരം അഥവാ നിഷേധ അധികാരം. ഒരു നെഗറ്റീവ് പവറിലാണ് വീറ്റോ അധികാരത്തെ പറയുന്നത്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഈ 5 രാജ്യങ്ങൾക്കുണ്ടാവും. ഇവര് ആരെങ്കിലും ഒരാൾ അതിനെ നോ എന്ന് പറഞ്ഞാൽ അത് ആ തീരുമാനം എന്ത് ചെയ്യില്ല, പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ നടപ്പാകില്ല. അതാണ് വീറ്റോ അധികാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ 5 സ്ഥിര അംഗങ്ങൾക്കുമുള്ള ഒരു പ്രിവിലേജ് ആണ്. അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം എന്തില്ല, UN നടപ്പിലാക്കപ്പെടില്ല. ഓക്കെ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളത് സുരക്ഷാ സമിതിയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം നിലനിർത്തുക എന്നുള്ളത് സുരക്ഷാ സമിതിയുടെ മുഖ്യമായ ഒരു കർത്തവ്യമാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, ആക്രമണങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടികളും സ്വീകരിക്കുക തുടങ്ങിയവയും അതിൻ്റെ മുഖ്യമായ ചുമതലകളാണ്. അപ്പം ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെതിരായ സൈനിക നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് സുരക്ഷാ സമിതിയുടെ ചുമതലയാണ്. UN മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സാമൂഹിക സാമ്പത്തിക സമിതി എന്നുള്ളത്, സോഷ്യോ എക്കണോമിക് കൗൺസിൽ എന്നുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഘടകമാണ് ഏത്? സാമ്പത്തിക സാമൂഹിക സമിതി, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൗൺസിൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കൗൺസിൽ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി എക്കണോമിക് ആൻഡ് സോഷ്യോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരംഭകാലത്ത് 18 അംഗങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്, പിന്നീട് 54 ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയേതര മേഖലകളിലാണ് സാമ്പത്തിക സാമൂഹിക സമിതി പ്രവർത്തിക്കുന്നത്. പ്രത്യേക ഏജൻസിയുടെ
ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏത് സമിതിയാണ്? ഈ സമിതിയാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുമതല എന്തെന്ന് ചോദിച്ചാൽ, UN ഈ ഓർഗനൈസേഷൻ അതിൻ്റെ ഓർഗൻസ് മാത്രമല്ല, അതിനെന്തുണ്ട്, കുറേ അധികം സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട്. WTOയും WHO-യും IMF-ഉം ലോകബാങ്കും FAO-യും അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസും യുനെസ്കോയും യുണിഫെസും ഒക്കെ അടങ്ങുന്ന കുറേ അധികം ഏജൻസികൾ ഏതിനുണ്ട്? ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട്. ആ ഏജൻസി ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യലൈസ്ഡ് ആയുള്ള ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏത് സമിതിയാണ്? സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അടുത്തത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ട്രസ്റ്റിഷിപ്പ് ആ വാക്കിൽ നിന്ന് തന്നെയുണ്ട്. ട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ചില ട്രസ്റ്റ് പ്രദേശങ്ങളെ അല്ലെങ്കിൽ എന്താണ് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കാത്തവർക്ക് ഒരു സഹായം നൽകുന്ന ഒരു സ്ഥാപനം, അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രസ്റ്റുകളെ അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, പരാജിത രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറിയ പ്രദേശങ്ങളുടെ മേൽനോട്ടം നടത്തുന്ന ഒരു ഘടകമായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇനി ട്രസ്റ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അവരെ സ്വയം ഭരണത്തിന് സജ്ജരാക്കുക എന്നിവയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ മുഖ്യമായ ചുമതലകൾ. അതിൻ്റെ കീഴിലുണ്ടായിരുന്ന 11 ട്രസ്റ്റ് പ്രദേശങ്ങളും പിന്നീട് സ്വതന്ത്രമാക്കപ്പെട്ടു. അതിനാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്നില്ല. അതിനൊരു ഓർഗനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെട്ടു? മരവിപ്പിക്കപ്പെട്ടു. അപ്പം എന്താണ്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളെ എന്ത് ചെയ്തു? ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ആ പ്രദേശങ്ങളിലെ ഭരണകാര്യങ്ങൾ നടപ്പാക്കുന്നതിനും അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും അവരെ സ്വയംഭരണത്തിന് സജ്ജരാക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്തത്? പ്രവർത്തിച്ചത്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൻ്റെ കീഴിലുണ്ടായിരുന്ന 11 രാജ്യങ്ങളും സ്വതന്ത്രമായതോടുകൂടി അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചു. ഇനി ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സെക്രട്ടേറിയറ്റ് എന്നുള്ളത്. സെക്രട്ടേറിയറ്റ് ഐക്യരാഷ്ട്രസഭയുടെ ഭരണപരമായ പ്രവർത്തനങ്ങളെ നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സംഘടനയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നടത്തുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന കാര്യങ്ങൾ, ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. 50,000-ത്തിലധികം ഉദ്യോഗസ്ഥർ ഏതിൽ ജോലി ചെയ്യുന്നുണ്ട്? സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേധാവി സെക്രട്ടറി ജനറൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്ത ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസി അല്ലെങ്കിൽ അതിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ വിഭാഗമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ഹേഗ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോടതിയാണ്. ഈ കോടതിയിൽ 15 ജഡ്ജിമാരാണുള്ളത്. 9 വർഷത്തേക്കാണ് ആ ജഡ്ജിമാരുടെ കാലാവധി. ഓർത്തുവെക്കുക, ഐക്യരാഷ്ട്രസഭയുടെ 6ാമത്തെ ഒരു ഓർഗനാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഹേഗാണ് അതിൻ്റെ ആസ്ഥാനം. 15 ജഡ്ജിമാരാണ് അതിലുള്ളത്. 9 വർഷമാണ് ആ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സംബന്ധിച്ച് അംഗരാജ്യങ്ങൾ ഉന്നയിക്കുന്ന തർക്ക പ്രശ്നങ്ങൾക്ക് നിയമപരമായ തീർപ്പ് കൽപ്പിക്കുകയാണ് ഈ കോടതിയുടെ മുഖ്യ ചുമതല. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് ഘടകങ്ങൾക്ക് നിയമോപദേശം നൽകുകയും ചെയ്യുന്നു. അപ്പം തർക്കങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്നു, നിയമപരമായ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾക്ക് നിയമ ഉപദേശം നൽകുന്നു. ഇവയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ചുമതല എന്ന് പറയുന്നത്. എന്നാൽ നിയമലംഘകരെ ശിക്ഷിക്കുവാനുള്ള അധികാരം ഏത് കോടതിക്കില്ല? അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇല്ല. അപ്പൊ ശിക്ഷിക്കാനുള്ള അധികാരമില്ലാത്ത കോടതി ഏതാണ്? അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. സോ നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ വരും ഭാഗങ്ങൾ ഉണ്ടാകും, അതിൽ കൃത്യമായിട്ട് ആ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏജൻസികളെക്കുറിച്ചും അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധം അതിനുശേഷം ഐക്യരാഷ്ട്രസഭ എങ്ങനെയായിരുന്നു, ശീതസമരത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന ഘടനാപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സെക്രട്ടറി ജനറൽമാർ ആരൊക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നുണ്ടാകും. സോ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്